കൊല്ലം അഞ്ചാലുമൂട്ടിലെ ദാരുണമായ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അഞ്ചാലുമൂട്ടിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. കല്ലുവാതുക്കൽ സ്വദേശി ജിനുവാണ് അറസ്റ്റിലായത്. ജോലിക്ക് നിന്ന വീട്ടിൽ കയറിയാണ് ഭാര്യ രേവതിയെ ജിനു കുത്തി കൊലപ്പെടുത്തിയത്. കണ്ണൻ നായരുണ്ട് വിശദവിവരങ്ങളുമായി. കണ്ണൻ നായർ, ഇത് എങ്ങനെയാണ് സംഭവം? കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണെന്ന് പറയുന്നു. എന്താ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്? പോലീസ് എന്താണ് വിവരങ്ങളായി പറയുന്നത്? കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇത് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് സംബന്ധിച്ച് അയാളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. അഞ്ചാലുമൂട്ടിലെ ഒരു വീട്ടിൽ ഹോം നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രേവതി. അവിടെ വീടിന്റെ മതിൽ ചാടിക്കടന്നെത്തിയ ജിനു അവരെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. മാരകമായി പരിക്കേറ്റ ഇവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് അഞ്ചാലുമൂട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പ്രതിയെ പിടികൂടിയത്. 14 വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത്. കാസർഗോഡ് സ്വദേശിനിയായിട്ടുള്ള രേവതി ഇയാൾ വിവാഹം കഴിച്ച് കൊല്ലം കല്ലുവാതുക്കലിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 2 മക്കളുണ്ട്. ഇവർ ഈ കല്ലുവാതുക്കൽ ഇയാളുടെ വീട്ടിലെ അമ്മയ്ക്കൊപ്പം, ഈ പ്രതിയുടെ അമ്മയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. കുടുംബ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പോലീസും അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, കുടുംബ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാര്യയെ ഇയാൾ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകം നടന്ന ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പോലീസിനെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ശരി കണ്ണൻ നായരാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി എന്ത് കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ഒരാളെ കൊല ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്രത്യേക മനോനിലയുള്ള മനുഷ്യർ മാത്രം ചെയ്യുന്നതാണെന്ന് പറയാനേ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയൂ. ഏതായാലും തുടർ നടപടികൾ അങ്ങനെ തന്നെ പോട്ടെ. ആ കുഞ്ഞു മക്കളുടെ കാര്യം കൂടി ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു എന്നീ പ്രതിക്ക് ഒരിക്കൽ പോലും തോന്നിയില്ല എന്നതാണ്.